നമസ്കാരം. ML ഡീകോഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2000-ൽ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മോഹൻലാൽ ചിത്രമാണല്ലോ ദേവദൂതൻ. സിനിമയുടെ രണ്ടാം വരവിൽ ആരാധകർ സിനിമയെ ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. ചിത്രം ഇന്നലെ 7 ദിവസം പിന്നിട്ടപ്പോൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും കേരള ഗ്രോസ് കളക്ഷനും ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ജൂലൈ 31-ന് 10,50,000 രൂപ കേരള ഗ്രോസ് കളക്ഷനായി കണക്കാക്കപ്പെട്ട ചിത്രത്തിന് ഇന്നലെ ഓഗസ്റ്റ് 1-ാം തീയതി ഏകദേശം 9,20,000 രൂപയാണ് ചിത്രത്തിൻ്റെ കേരള ഗ്രോസ് കളക്ഷൻ. ചിത്രം 7 ദിവസം പിന്നിട്ടപ്പോൾ ചിത്രത്തിൻ്റെ ടോട്ടൽ കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 2 കോടിക്കടുത്തായിട്ടാണ് കണക്കാക്കുന്നത്. ചിത്രത്തിൻ്റെ GCC കണക്കുകൾ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 7 ദിവസം പിന്നിട്ട ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായി ഏകദേശം 2,50,00,000 രൂപയാണ് കണക്കാക്കുന്നത്. ധനുഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ രായൻ. തമിഴിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും കേരള ഗ്രോസ് കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 6 ദിവസം ചിത്രം പിന്നിടുമ്പോൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 100 കോടി രൂപയാണ് കണക്കാക്കുന്നത്. ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം 3,95,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ധനുഷിൻ്റെ കരിയറിലെ മൂന്നാമത്തെ 100 കോടി ചിത്രമാണ് രായൻ. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന ചിത്രം എന്ന റെക്കോർഡും ചിത്രത്തിന് സ്വന്തം. ഇന്ന് അറബിയിൽ റിലീസ് ചെയ്ത മലയാളം ചിത്രമാണല്ലോ ടർബോ. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ഷോ പിന്നിടുമ്പോൾ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് അറബിയിൽ ലഭിച്ചിരിക്കുന്നത്. ടർബോ ജോസ് ടർബോ ജാസിയുമായി തിയേറ്ററുകളിൽ തകർക്കുകയാണെന്ന് തന്നെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സിനിമ റിലേറ്റഡ് വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.